നൂറ് സിംഹാസനങ്ങൾ എന്നുള്ള നോവലിനെ കുറിച്ചുള്ള ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് കഥാനായകൻ സിവിൽ സർവീസ് ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തത് മുതലുള്ള കാര്യങ്ങളാണ്. സിവിൽ സർവീസിനുള്ള ഇൻ്റർവ്യൂവിൽ അദ്ദേഹം ഇരുന്നപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ആദ്യത്തെ ചോദ്യം തന്നെ അദ്ദേഹത്തിൻ്റെ ജാതിയെക്കുറിച്ചായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം അത് അദ്ദേഹം പ്രതീക്ഷിച്ചതും ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. വിയർത്ത കൈപ്പത്തികളെ മേശപ്പുറത്ത് പരന്നിരുന്ന കണ്ണാടിയിൽ ഉരസിക്കൊണ്ട് ഹൃദയമിടിപ്പ് കേട്ടുകൊണ്ട് അദ്ദേഹം അങ്ങനെ കാത്തിരുന്നു എന്നാണ് പറയുന്നത്. AC-യുടെ ശബ്ദം, കടലാസുകൾ മറിയുന്ന ശബ്ദം, കടലാസുകൾ മറിയുന്നത് പോലെ അധികാരത്തെ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു ശബ്ദമില്ലാന്ന് ആ സമയത്ത് അദ്ദേഹം മനസ്സിലിങ്ങനെ ഓർക്കുകയാണ്. അപ്പോൾ വളരെ പതിഞ്ഞ ശബ്ദമാണ്, മർമ്മരം, പക്ഷെ അതിനെ നമ്മുടെ ആത്മാവ് കേൾക്കും. അയാൾ അനങ്ങിയപ്പോൾ കറങ്ങുന്ന കസേര ശബ്ദിച്ചു. അയാൾ വീണ്ടും കടലാസുകൾ നോക്കിയിട്ട് നിങ്ങളുടെ ജാതി എന്ന് പറഞ്ഞ് ഗോത്രവർഗത്തിൽ നായാടി എന്ന് വായിച്ച് നിവർന്ന് വെൽ എന്ന് പറഞ്ഞു. ഇൻ്റർവ്യൂ സമയത്ത് നമ്മളുടെ കഥാനായകനുണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ ഇത്രയും കേട്ടപ്പോൾ തന്നെ ധർമ്മപാലൻ എന്നു പേരുള്ള നമ്മളുടെ കഥാനായകനാകെ വിറങ്ങലിച്ച് കുത്തിയിരിക്കുകയായിരുന്നു. അപ്പോൾ അടുത്ത ചോദ്യം വരികയാണ്, നിങ്ങൾ മലയിൽ ജീവിക്കുന്നവരാണോ? അപ്പോൾ അദ്ദേഹം അല്ല എന്ന് പറഞ്ഞു. എന്താണ് നിങ്ങളുടെ പ്രത്യേകത? അപ്പം അദ്ദേഹത്തിൻ്റെ ജാതിയെക്കുറിച്ച് പറയുകയാണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവലിൽ എൻ്റെ ജാതിയെ പറ്റി പറഞ്ഞിട്ടുള്ള ഭാഗം മനഃപ്പാടമാക്കിയിട്ട് ഞാൻ പറഞ്ഞു എന്നാണ് നോവലിൽ അതിനെക്കുറിച്ച് പറയുന്നത്. നായാടികൾ അലഞ്ഞു തിരിയുന്ന കുറവരാണ്, ഇവരെ കണ്ടാൽ തന്നെ അയിത്തമാണ് എന്നായിരുന്നു വിശ്വാസം. അപ്പം അതുകൊണ്ട് പകൽ വെട്ടത്തിൽ സഞ്ചരിക്കാനുള്ള അവകാശം ഇവർക്കില്ലായിരുന്നു. ഇവരെ നേർക്കുനേർ കണ്ടാൽ ഉടൻ തന്നെ ഉയർന്ന ജാതിക്കാർ ഒച്ചയും ബഹളവും ഉണ്ടാക്കി ആളെ കൂട്ടി ചുറ്റി വളച്ച് കല്ലെടുത്തെറിഞ്ഞ് കൊല്ലുകയാണ് പതിവ്. അതുകൊണ്ട് ഇവർ പകൽ മുഴുവനും കാടിൻ്റെ ഉള്ളിൽ ചെടികളുടെ ഇടയ്ക്ക് കുഴി തോണ്ടി അതിൽ കുഞ്ഞുകുട്ടികളോടെ പന്നികളെ പോലെ ഒളിച്ചിരിക്കുകയാണ് പതിവ്. രാത്രി പുറത്തേക്കിറങ്ങി ചെറുപ്രാണികളെയും പട്ടികളെയും നായാടി പിടിക്കും. ഇവർ മൂദേവിയുടെ അംശമുള്ളവരാണെന്ന വിശ്വാസമുള്ളത് കൊണ്ട് ഇവർക്ക് തവിട്, എച്ചിൽ ഭക്ഷണം, ചീഞ്ഞ വസ്തുക്കൾ തുടങ്ങിയവയെ ചിലർ വീടിന് വളരെ അകലെ കൊണ്ടുവയ്ക്കുന്ന പതിവുണ്ട്. അപ്പോൾ ഇവർ കയ്യിൽ കിട്ടുന്ന എന്തും തിന്നും. പുഴുക്കൾ, എലികൾ, ചത്തുപോയ ജീവികൾ എല്ലാം ചുട്ടു തിന്നും. മിക്കവാറും പച്ചക്കറികളും കിഴങ്ങുവർഗ്ഗങ്ങളും പച്ചയായി തന്നെ കഴിക്കും. പൊതുവെ ഇവർ കുറിയ കറുത്ത മനുഷ്യരാണ്. നീളമുള്ള വെളുത്ത പല്ലുകളും വലിയ വെളുത്ത കണ്ണുകളും ഉള്ളവർ. ഇവരുടെ ഭാഷ പഴന്തമിഴാണ്. ഇവർക്ക് ഒരു കൈത്തൊഴിലും അറിയില്ല. ഇവരുടെ കയ്യിൽ സ്വന്തമായി യാതൊരു വസ്തുക്കളും ഉണ്ടായിരിക്കില്ല. ഇവർക്ക് സ്ഥിരമായി പാർപ്പിടമില്ല എന്നതുകൊണ്ട് തന്നെ ഇവരെ ഒരിടത്തും സ്ഥിരമായി കാണാൻ കഴിയുകയില്ല. തിരുവിതാംകൂറിൽ ഇവർ എത്ര പേരാണ് ഉള്ളത് എന്ന് കൃത്യമായി പറയാൻ കഴിയില്ല. ഇവരെ കൊണ്ട് സർക്കാരിന് യാതൊരു വരുമാനവും ഇല്ല. അപ്പോൾ ഇത്രയാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവലിൽ നായാടി എന്ന് പറയുന്ന ജാതിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഭാഗം. അപ്പോൾ അത് അതേപോലെ മനഃപ്പാടമാക്കിയിട്ട് ഇൻ്റർവ്യൂ ബോർഡിൽ ധർമ്മപാലൻ പറയുകയാണ് ചെയ്തത്. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ നായാടി ജാതിയെ പറ്റിയുള്ള മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അടുത്ത ചോദ്യം വന്നു. മറ്റൊരാൾ അദ്ദേഹത്തെ ശ്രദ്ധിച്ച് നോക്കിയിട്ട് ഇങ്ങനെ ചോദിച്ചു, നിങ്ങളുടെ ജാതി ഇപ്പോൾ എങ്ങനെയുണ്ട്, മുന്നോട്ട് വന്നിട്ടുണ്ടോ? അപ്പോൾ അദ്ദേഹം അതിന് മറുപടി പറയാണ്, ഇല്ല, മിക്കവാറും എല്ലാവരും തന്നെ ഇപ്പോഴും ഭിക്ഷയെടുത്താണ് കഴിയുന്നത്, തെരുവിലാണ് ജീവിക്കുന്നത്. നഗരങ്ങൾ ഉണ്ടായപ്പോൾ അവർ നഗരത്തിലെത്തി അവിടെയുള്ള തെരുവു ജീവികളിൽ ലയിക്കുകയാണ് ഉണ്ടായത്. മിക്കവാറും ആളുകൾ ഇന്ന് തമിഴ്നാട്ടിലാണ്. അപ്പോൾ അവർ ഭിക്ഷയെടുത്ത് നഗരത്തിൽ കഴിയുകയാണ് ചെയ്യുന്നത്. ആളുകൾ അധികം തമിഴ്നാട്ടിലാണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി വന്നപ്പോൾ അയാളിങ്ങനെ കണ്ണുകൾ തറപ്പിച്ച് നോക്കിയിട്ട് ഇങ്ങനെ പറയാണ്, താങ്കൾ വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. കാരണം ആരെങ്കിലും ഇപ്പോൾ പുരോഗമിച്ച് വന്നിട്ടുണ്ടോ എന്നാണല്ലോ ചോദിച്ചത്. അപ്പോൾ താങ്കൾ വന്നിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ താങ്കൾ സിവിൽ സർവീസ് എഴുതി ജയിച്ചിരിക്കുന്നു എന്ന് കൂട്ടിച്ചേർക്കുകയും കൂടി ചെയ്തു അയാൾ. എന്നിട്ട് ഇത്രയും കൂടിയും പറഞ്ഞു, നിങ്ങൾ ഇതാ ഇവിടെ വന്ന് ഇരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹം ചലനമില്ലാത്ത മുഖത്തോട് ഇങ്ങനെ നോക്കിയിട്ട് പറയണം, എനിക്കൊരു വലിയ മനുഷ്യൻ്റെ സഹായം കിട്ടി. അപ്പോൾ അയാൾ പുഞ്ചിരിയോടെ ഇങ്ങനെ പറഞ്ഞു, അംബേദ്കറിന് കിട്ടിയതുപോലെയോ?
അപ്പോൾ നമ്മളുടെ ധർമ്മപാലൻ ഇങ്ങനെ പറഞ്ഞു, അതെ സാർ, അംബേദ്കറിന് കിട്ടിയതുപോലെ എനിക്കും ഒരാളുടെ സഹായം കിട്ടി. അപ്പോൾ കുറച്ച് സെക്കൻഡുകൾ ആരും തന്നെ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ മൂന്നാമത്തെ ആൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇനിയൊരു ഊഹച്ചോദ്യം. നിങ്ങൾ ഓഫീസറായി പണിയെടുക്കുന്ന സ്ഥലത്ത് നിങ്ങൾ വിധി പറയേണ്ട ഒരു കേസിൽ ഒരു ഭാഗത്ത് ന്യായവും മറുഭാഗത്ത് ഒരു നായാടിയും ഇരുന്നാൽ നിങ്ങൾ എന്തു തീരുമാനമാണ് എടുക്കുക? അപ്പോൾ അടുത്ത ഒരു ചോദ്യമാണ് പറഞ്ഞത്. ഒരു ഭാഗത്ത് ന്യായം, സത്യസന്ധമായിട്ടുള്ള ഒരു നിലപാട്, അതും മറുഭാഗത്ത് ഒരു നായാടിയാണ് വന്നത്. കാരണം തെറ്റ് ചെയ്തിട്ടുള്ള ആൾ നായാടിയാണ്, തെറ്റ് കൃത്യമായിട്ടും അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്ത് നടപടിയാണ് നിങ്ങൾ സ്വീകരിക്കുക എന്നാണ് മൂന്നാമത്തെ ആളുടെ ചോദ്യം. അപ്പോൾ ധർമ്മപാലൻ പറയാണ്, അദ്ദേഹത്തിൻ്റെ ചോര മുഴുവനും തലയ്ക്കകത്തേക്ക് കയറി. കണ്ണുകളിലെ, കാതുകളിലെ, വിരൽത്തുമ്പുകളിലെ ഒക്കെ ചൂടുള്ള ചോര ഇരച്ചു പാഞ്ഞു. മറ്റുള്ളവരും ആ ചോദ്യം കൊണ്ട് വല്ലാതെ ഉന്മേഷവാന്മാരായി എന്ന് കസേരകൾ അനങ്ങിയതിലൂടെ അദ്ദേഹം മനസ്സിലാക്കി എന്ന് പറയും. എന്നിട്ട് അദ്ദേഹം പറയേണ്ട ഉത്തരം ഏതാണെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. പക്ഷേ അദ്ദേഹം അപ്പോൾ ഓർത്തത് സ്വാമി പ്രജാനന്ദനെയാണ് എന്നും കൂടി പറയുന്നുണ്ട്. എന്നിട്ട് ഉറച്ച ശബ്ദത്തിൽ ഇങ്ങനെ പറയാണ്, സർ, ന്യായം എന്ന് വെച്ചാൽ എന്താണ് എന്ന് അദ്ദേഹം ചോദിച്ചു. വെറും നിയമങ്ങളും സമ്പ്രദായങ്ങളുമാണോ ന്യായത്തെ തീരുമാനിക്കേണ്ടത്? ന്യായം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാതലായി ഒരു ധർമ്മം ഉണ്ടായിരിക്കണം. ധർമ്മങ്ങളിൽ ഏറ്റവും വലുത് സമത്വം തന്നെ. അതാണ് ഏറ്റവും വിശുദ്ധമായത്. ഒരു നായാടിയെയും മറ്റൊരു മനുഷ്യനെയും രണ്ടു വശത്തും നിർത്തുകയാണെങ്കിൽ സമത്വം എന്ന ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ക്ഷണം തന്നെ നായാടി അനീതിക്കിരയായവനായി മാറിക്കഴിഞ്ഞു. അവൻ എന്തു ചെയ്തിട്ടുണ്ടെങ്കിലും അവൻ നിരപരാധിയാണ്. ശരീരങ്ങൾ അയഞ്ഞപ്പോൾ കസേരകൾ പിന്നെയും ശബ്ദിച്ചു. ചോദിച്ചയാൾ ഒന്ന് മുന്നോട്ടാണ്. അത് കൊലപാതകമാണെങ്കിലോ മിസ്റ്റർ ധർമ്മപാലൻ? കൊലപാതകമാണെങ്കിൽ നിങ്ങൾ എന്തു പറയും? അപ്പോൾ അദ്ദേഹത്തിന് അപ്പോൾ തന്നെ അതിന് മറുപടി പറയാനാണ് തോന്നിയത് എന്ന് പറയണം. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ മറുപടിയും കൊടുത്തു. സർ, കൊലപാതകം തന്നെയായാലും ഒരു നായാടി തന്നെയാണ് നിരപരാധി. അവനോട് തന്നെയാണ് അനീതി കാട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് മറുപടി പറയും. അപ്പോൾ സമത്വമാണ് ഏറ്റവും വലുത്. ഈ ലോകത്തിലെ മനുഷ്യരെന്ന് പറയുന്ന വിഭാഗത്തിന് ഒക്കെ കൂടി ഒരേ നിയമമാണ് വേണ്ടത് എന്ന് പറയും. അപ്പോൾ അവിടെ നായാടിക്ക് സമത്വം എന്ന് പറയുന്ന ഒരു അവകാശം കിട്ടിയിട്ടേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നായാടി എന്ത് ചെയ്തു കഴിഞ്ഞാലും അവൻ നിരപരാധിയാണ് പറയും. കാരണം സമൂഹത്തിലുള്ള മറ്റേതൊരു മനുഷ്യൻ്റെക്കാളും താഴേക്കിടയിൽ അല്ലെങ്കിൽ ചവിട്ടി അരയ്ക്കപ്പെടുന്നവനാണ് നായാടി. അപ്പോൾ അതുകൊണ്ടാണ് അയാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുക എന്ന് ധർമ്മപാലൻ പറയും. അപ്പം അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ മറുപടിക്ക് ശേഷം ഏതാണ്ട് ഒരു 5 മിനിറ്റോളം മുറിയിൽ ഇങ്ങനെ നിശബ്ദത ഉണ്ടായി. പിന്നെ കടലാസുകൾ മറിക്കുന്ന ശബ്ദം കേട്ടു എന്ന് അദ്ദേഹം തന്നെ പറയണം. പിന്നെ ചെറിയൊരു നെടുവീർപ്പോടെ ആദ്യം ചോദ്യം ചോദിച്ചയാൾ 1-2 പൊതുവായ ചോദ്യങ്ങൾ ഇങ്ങനെ ഇദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ അതോടുകൂടി ഇൻ്റർവ്യൂ തീർന്നു. അപ്പോൾ അദ്ദേഹം അങ്ങനെ വിചാരിക്കുകയാണ്, എൻ്റെ വിധി ഇതോടുകൂടി എഴുതപ്പെട്ടു കഴിഞ്ഞു. കാരണം ന്യായം എന്താണെന്നുള്ളതിന് ന്യായമായിട്ടുള്ള മറുപടിയാണല്ലോ പറയേണ്ടിയിരുന്നത്. പക്ഷേ ഇവിടെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ ധാർമ്മിക രോഷം മുഴുവനും പുറത്തേക്ക് വരികയാണ് ചെയ്തത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു മറുപടിയാണ് പറഞ്ഞത്. അപ്പോൾ ഒരിക്കലും ഇൻ്റർവ്യൂവിൽ അദ്ദേഹം വിജയിക്കേണ്ടാവില്ല എന്ന് തന്നെ കരുതി. പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു നിറവിൻ്റെ ഭാരം ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയണം. കാരണം അതുവരെ ഇങ്ങനെ തങ്ങി നിന്നിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ കൂടി ഒറ്റയടിക്ക് പറഞ്ഞു തീർക്കാൻ കഴിഞ്ഞതിലുള്ള ഒരു സന്തോഷം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു നിറവിൻ്റെ ഭാരമുണ്ടായിരുന്നു. താഴത്തേക്ക് പോയി മൂത്രമൊഴിച്ചപ്പോൾ ശരീരത്തിൻ്റെ ഉള്ളിൽ നുരച്ചു പതഞ്ഞ അമ്ലം തന്നെ ഒഴുകിയിറങ്ങുകയാണെന്ന് തോന്നി. കൈയും കാലും മുഖവും മെല്ലെ തണുത്തു. അങ്ങനെ അദ്ദേഹം കണ്ണാടി നോക്കി മുഖം കഴുകി തല ചീകി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടപ്പോൾ അതിലുണ്ടായിരുന്ന വെപ്രാളത്തെ കണ്ട് അദ്ദേഹത്തിന് തന്നെ ചിരി വന്നു എന്ന് പറയണം. അപ്പോൾ അങ്ങനെ അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു ധാർമ്മിക രോഷം ആരുടെയെങ്കിലും മുമ്പിൽ ഇറക്കി വെക്കാനായി എന്നുള്ളൊരു സംതൃപ്തിയാണ് അദ്ദേഹത്തിന് ആ സമയത്ത് തോന്നിയത്. എന്നിട്ട് നേരെ ക്യാൻറ്റീനിലേക്ക് ചെന്ന് ഒരു കോഫി വാങ്ങി എടുത്തുകൊണ്ട് അദ്ദേഹം കണ്ണാടി ജനാലയുടെ അടുത്തുള്ള മേശയിൽ അങ്ങനെ ചെന്നിരുന്ന പതുക്കെ അത് കുടിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ താഴെ ഇങ്ങനെ കാറുകൾ കൂറകൾ പോലെ ഓടുന്നുണ്ട്. മനുഷ്യരെ ചെറിയ ചുവന്ന പ്രാണികൾ പോലെ നടന്നു പോകുന്നു. മനുഷ്യൻ നടക്കുന്നത് കണ്ടാൽ ഇങ്ങനെ തോന്നുന്ന അദ്ദേഹം തന്നെ പറയണം, എത്ര അറപ്പുണ്ടാക്കുന്ന ചലനമാണ് ഈ മൃഗത്തിന് എന്ന്. നായും കാളയും പൂച്ചയും ഒക്കെ
ഗാംഭീര്യമുള്ള നടത്തമാണ് അവയ്ക്കൊക്കെ ഉള്ളത്. റോഡിൽ പോയ ഒരു കാറിൻ്റെ കണ്ണാടിയുടെ പ്രതിഫലനം അദ്ദേഹത്തിൻ്റെ കണ്ണുകളെ വാളുപോലെ ഇങ്ങനെ വെട്ടിമറിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ആ സമയത്ത് ഒരാൾ വന്നിരുന്നു. അപ്പോൾ ആദ്യം അയാളെ ഇദ്ദേഹത്തിന് മനസ്സിലായില്ല എന്ന് പറയണം. എന്നിട്ട് അത് അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്ത ആൾ തന്നെയാണല്ലോ എന്ന് പിന്നെ അടുത്ത നിമിഷമാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് താഴേക്ക് നോക്കുമ്പോൾ ഉണ്ടാകുന്ന കുറേ അനുഭവങ്ങളാണ് പറഞ്ഞത്. പിന്നെ മനുഷ്യൻ എന്ന് പറയുന്ന ആ ഒരു ജീവി വർഗത്തോട് തന്നെ അദ്ദേഹത്തിന് വെറുപ്പാണ് എന്നുള്ള ആ ഒരു കാര്യമാണ് പിന്നെ അതിനെ ചുവന്ന പ്രാണികളോട് ഉപമിച്ചതും. അതേപോലെ അറപ്പുണ്ടാക്കുന്ന ചലനമാണ് മനുഷ്യന് ഇതിനേക്കാളും നാൽക്കാലികൾക്ക് ഇതിനേക്കാളും വളരെ ഗാംഭീര്യമുള്ള ചലനങ്ങളാണുള്ളത് എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ വിവരണം. പിന്നെ ആ മനുഷ്യൻ എന്ന് പറഞ്ഞ ജീവി വർഗത്തോടുള്ള അറപ്പും വെറുപ്പും ആണ് അതിൽ കാണിക്കുന്നത്. അപ്പോൾ അഭിമുഖമായിട്ട് വന്നിരുന്ന ആൾ ഇങ്ങനെ സ്വയം പരിചയപ്പെടുത്തി, ഐ ആം സെൻഗുപ്ത. എന്നിട്ട് ചായക്കൊപ്പം ഒന്ന് ചുഴറ്റിയിട്ട് കുടിക്കുന്നത് ബംഗാളികളുടെ ശീലാണ്. വൈകുന്നേരം വരെ ഇൻ്റർവ്യൂ ഉണ്ട്, ഒരു ചെറിയ ഇടവേള എന്ന് അദ്ദേഹം അങ്ങനെ പറഞ്ഞു. അപ്പോൾ നമ്മളുടെ ധർമ്മപാലൻ എന്ന് പറഞ്ഞ കഥാനായകൻ അദ്ദേഹത്തെ ഇങ്ങനെ നോക്കി. എന്നിട്ട് എന്താണ് അയാളുടെ ഉദ്ദേശം എന്നിങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പിന്നെയും പറയുകയാണ്, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഒരാളൊഴിച്ച് മറ്റുള്ളവർ മുഴുവൻ നല്ല മാർക്കാണ് തന്നിട്ടുള്ളത്. ഞാനത് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നറിയാതെ വെറുതെ മിഴിച്ചു നോക്കി. അപ്പോൾ ഇതിപ്പോൾ സർക്കാർ രഹസ്യമാണ്, നിങ്ങളെ കണ്ടതുകൊണ്ട് പറഞ്ഞു പോയതാണ് എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഒരിക്കലും തനിക്ക് സെലക്ഷൻ കിട്ടുമെന്ന് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ശരിയായിട്ടുള്ളൊരു മറുപടി അല്ലല്ലോ പറഞ്ഞത്, യുക്തിക്ക് നിരക്കാത്തതാണ് പറഞ്ഞത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഒരു ധാർമ്മിക രോഷം അത് സത്യമായിട്ട് പുറത്തു വരികയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും തിരഞ്ഞെടുക്കപ്പെടുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് അതിൽ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ള ആ ഒരു അറിവാണ് സെൻഗുപ്ത പറഞ്ഞത്. ഇപ്പോൾ സിവിൽ സർവീസിൻ്റെ ഇൻ്റർവ്യൂ ആണല്ലോ. അപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ ഉടനെ തന്നെ ഫലപ്രഖ്യാപനം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് ഗവൺമെൻറ് രഹസ്യമാണ്, പക്ഷെ നിങ്ങളെ കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എന്ന് അദ്ദേഹം പറയാം. അപ്പോൾ അതിന് നമ്മളുടെ കഥാനായകൻ അദ്ദേഹത്തോട് നന്ദി പറഞ്ഞു. എന്നിട്ട് അപ്പോൾ സെൻഗുപ്ത ഇങ്ങനെ പറഞ്ഞു, ഞാൻ ആ ചോദ്യം ചോദിച്ചത് വെറുമൊരു കുസൃതി കൊണ്ട് മാത്രമാണ്. അത്തരം ചോദ്യങ്ങളാണ് എല്ലാവരോടും ഉണ്ടാവുക. അതിനുള്ള ഉത്തരവും എല്ലാവർക്കും അറിയാം. സത്യം, ധർമ്മം, സേവനം, രാഷ്ട്രനന്മ, എല്ലാ ചവറും നമുക്ക് വേണമല്ലോ. അയാളിങ്ങനെ ചായ കുടിക്കുന്നതിൻ്റെ ഇടയിൽ അങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഇതും കൂടിയും കൂട്ടിച്ചേർത്തു, നിങ്ങൾ പറഞ്ഞ ഉത്തരം മാനേജ്മെൻറ്റ് എത്തിക്സ് വെച്ച് നോക്കിയാൽ വളരെ തെറ്റാണ്. പക്ഷെ നിങ്ങളത് വളരെ ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞത്, വളരെ നല്ല വാക്കുകൾ പ്രകടിപ്പിക്കുകയും ചെയ്തു. അയാൾ പുഞ്ചിരിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാനൊഴിച്ച് മറ്റൊരാൾ നല്ല മാർക്ക് ഇടില്ല എന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ ഒരാളൊഴിച്ച് എല്ലാവരും നല്ല മാർക്കാണ് നിങ്ങൾക്ക് തന്നത് എന്ന് പറഞ്ഞിട്ട് അയാൾ പൊട്ടിച്ചിരിച്ചു. അപ്പോൾ അയാൾ പറയാണ്, ഞാൻ നല്ല മാർക്ക് ഇട്ടതിൻ്റെ അതേ കാരണം കൊണ്ട് തന്നെയാണ് മറ്റുള്ളവർ നിങ്ങൾക്ക് നല്ല മാർക്ക് തന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും കൂടി ചെയ്തു. കാരണം ഉത്തരം അങ്ങനെയല്ല പറയേണ്ടിയിരുന്നത് ശരിക്കും, അതാണ് മാനേജ്മെൻറ്റ് എത്തിക്സ് അനുസരിച്ച് എന്ന് പറഞ്ഞത്. പക്ഷെ വളരെ ആത്മാർത്ഥമായിട്ട് ഉള്ളിൽ നിന്നാണ് നിങ്ങൾ ഉത്തരം പറഞ്ഞത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് മാർക്ക് ഇട്ടത് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുക. അപ്പോൾ ഇങ്ങനെ ചിരിച്ചപ്പോഴേ അദ്ദേഹം ഇങ്ങനെ എന്താണ് എന്ന് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ എന്നെപ്പറ്റി ഒരു ചിത്രം ഉണ്ടാക്കാൻ തന്നെ അദ്ദേഹത്തിന് ഇങ്ങനെ തോന്നി. എന്നിട്ട് പറയണം, എന്നെ ഒരു മനുഷ്യസ്നേഹിയായിട്ടും പുരോഗമനവാദിയായിട്ടും ആധുനിക മനുഷ്യൻ എന്നും അവർ വിചാരിക്കണമെന്നല്ലേ എനിക്ക് ചിന്തിക്കാൻ പറ്റൂ. ഞാൻ എന്തുകൊണ്ട് മതചിഹ്നങ്ങൾ ധരിക്കുന്നില്ല, എന്തുകൊണ്ട് മാടിൻ്റെ മാംസം തിന്ന് മദ്യം കഴിക്കുന്നു, ഒക്കെ ഇതിനു വേണ്ടി തന്നെ. ബംഗാളിക്കും പഞ്ചാബിക്കും ഇതൊക്കെ കൂടിയേ തീരും. പക്ഷേ യാദവിന് ഒരു പ്രശ്നവുമില്ല. യാതൊരു ചമ്മലും കൂടാതെ അയാൾക്ക് പിന്തിരിപ്പൻ വർഗീയവാദിയായി തുടരാനാവും. ശേഷിച്ച് ചായ കുടിച്ചിട്ട് ഓക്കെ എന്ന് പറഞ്ഞ് സെൻഗുപ്ത എഴുന്നേറ്റു. അപ്പോൾ നമ്മളുടെ ധർമ്മപാലൻ അദ്ദേഹത്തോട് നന്ദിയും പറഞ്ഞു. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നെ ബന്ധപ്പെടുക, ഞാനും കഴിയുന്നത്ര പുരോഗമനവാദിയായി തന്നെ കഴിയാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അയാൾ പൊട്ടിച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ വന്ന് എൻ്റെ മോളെ പെണ്ണു ചോദിക്കുന്ന ഘട്ടത്തിന് മുമ്പ് വരെ
എന്ന് പറഞ്ഞു. കാരണം അത്രയും വലിയ പുരോഗമനവാദിയല്ല ഞാൻ, പക്ഷെ കുറച്ചൊക്കെ നിങ്ങളുമായിട്ട് സഹകരിക്കാൻ എനിക്ക് താല്പര്യമുണ്ട് എന്നാണ് സെൻഗുപ്ത പറഞ്ഞത്. എന്നിട്ട് സെൻഗുപ്ത കനത്ത കഴുത്തും കൊഴുത്ത കവിളുമുള്ള തുടുത്ത മനുഷ്യനാണ്. അപ്പോൾ മലേഷ്യക്കാരനാണോ എന്ന് തോന്നിപ്പോവും സെൻഗുപ്തേനെ കണ്ടാൽ. അപ്പോൾ ചെറുപ്പക്കാരാ, നീ ധാരാളം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. ഈ പണിക്ക് വന്നതിൽ നീ ചിലപ്പോൾ ദുഃഖിക്കും. എങ്കിലും അഭിവാദ്യങ്ങൾ, അനുമോദനങ്ങൾ എന്നാണ് സെൻഗുപ്ത പറഞ്ഞത്. പോകുന്ന വഴിക്ക് തിരിഞ്ഞു നിന്ന് നിന്നെ ആരാണ് പഠിപ്പിച്ചത് എന്നും കൂടി ചോദിച്ചു. അപ്പോൾ നമ്മളുടെ ധർമ്മപാലൻ പറഞ്ഞു, സ്വാമി പ്രജാനന്ദൻ നാരായണ ഗുരുവിൻ്റെ ശിഷ്യനാണ്. അപ്പോൾ സെൻഗുപ്ത കണ്ണുകൾ ചുരുക്കിയിട്ട് നേർ ശിഷ്യനാണോ എന്ന് ചോദിച്ചു. അപ്പം അല്ല, നാരായണ ഗുരുവിൻ്റെ ശിഷ്യനായ ഏണസ്റ്റ് ക്ലാർക്കിൻ്റെ ശിഷ്യനാണ് എന്ന് ധർമ്മപാലൻ പറഞ്ഞു. അപ്പോൾ സെൻഗുപ്ത വീണ്ടും ധർമ്മപാലൻ്റെ അടുത്തേക്ക് തന്നെ വരികയാണ്. ഏണസ്റ്റ് ക്ലാർക്ക് സായിപ്പാണോ? അപ്പോൾ അദ്ദേഹം അതേന്ന് പറഞ്ഞു. ബ്രിട്ടീഷുകാരനാണ്, തിയോസഫിക്കൽ സൊസൈറ്റിയിലായിരുന്നു. പിന്നെ വർക്കലയിലേക്ക് വന്ന് നാരായണ ഗുരുവിൻ്റെ ശിഷ്യനായി. ഗുരു സമാധിയായതിനു ശേഷം തിരുവനന്തപുരത്ത് നാരായണ മന്ദിർ എന്നൊരു സ്ഥാപനം നടത്തിയിരുന്നു. വേദാന്തത്തിനു വേണ്ടി ലൈഫ് എന്നൊരു പ്രസിദ്ധീകരണവും കൊണ്ടുവന്നിരുന്നു. അപ്പോൾ 1942 കോയമ്പത്തൂരിലേക്ക് പോയി. അവിടെ നാരായണ ഗുരുവിൻ്റെ പേരിൽ ഒരു ആശ്രമം നടത്തി. പിന്നെ വാർത്തയൊന്നുമില്ല. സെൻഗുപ്ത, എനിക്ക് വേദാന്തത്തിൽ ചെറിയൊരു താല്പര്യമുണ്ട്. വിവേകാനന്ദൻ എൻ്റെ സ്വന്തം ഗ്രാമത്തിലാണ് ജനിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇദ്ദേഹം പ്രജാനന്ദ സ്വാമികളെക്കുറിച്ച് പറഞ്ഞു. നാരായണ ഗുരുവിൻ്റെ ശിഷ്യനാണ്, നാരായണ ഗുരുവിൻ്റെ ശിഷ്യനായിട്ടുള്ള ഏണസ്റ്റ് ക്ലാർക്കിൻ്റെ ശിഷ്യനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഏണസ്റ്റ് ക്ലാർക്ക് എന്ന് കേട്ടപ്പോൾ സെൻഗുപ്തയ്ക്ക് ഒന്നുകൂടി താല്പര്യമായി. എന്നിട്ട് അദ്ദേഹത്തെക്കുറിച്ചൊക്കെ ചോദിച്ചറിഞ്ഞു. എന്നിട്ടാണ് പറയണത്, എനിക്ക് വേദാന്തത്തിൽ താല്പര്യമുണ്ട് എന്ന് സെൻഗുപ്ത പറയണം. അപ്പോൾ പ്രജാനന്ദ സ്വാമി ക്ലാർക്കിൻ്റെ ഒപ്പം തിരുവനന്തപുരം ആശ്രമത്തിലാണ് ഉണ്ടായിരുന്നത്. ക്ലാർക്ക് കോയമ്പത്തൂരിലേക്ക് പോയതിന് ശേഷം കുറേ ദിവസം അദ്ദേഹം ആ സ്ഥാപനം നടത്തിയെന്നും നമ്മളുടെ ധർമ്മപാലൻ അദ്ദേഹത്തോട് പറയണം. പ്രജാനന്ദൻ ഇപ്പോഴുണ്ടോ എന്ന് സെൻഗുപ്ത ചോദിച്ചു. അപ്പോൾ ഇല്ല, സമാധിയായി 1982 എന്ന് പറഞ്ഞു. സെൻഗുപ്ത ഓന്നതിന് മറുപടിയും പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് കേശവ പണിക്കർ എന്നാണ്. ഏണസ്റ്റ് ക്ലാർക്കാണ് അദ്ദേഹത്തിനെ കാഷായം കൊടുത്ത് പ്രജാനന്ദനാക്കിയത്. അപ്പോൾ സെൻഗുപ്ത ചോദിക്കുകയാണ്, ക്ലാർക്ക് സന്യാസിയായിരുന്നു? അപ്പോൾ അതെ, നാരായണ ഗുരുവിൻ്റെ ഏക അന്യനാട്ടു ശിഷ്യൻ അദ്ദേഹമാണ്. പലരുടെയും പേര് മാറ്റിയ ഗുരു ക്ലാർക്കിൻ്റെ പേര് മാത്രം മാറ്റിയിട്ടില്ല. അപ്പോൾ അതൊരു ആശ്ചര്യം തന്നെയാണ് സെൻഗുപ്ത പറയുകയും ചെയ്തു. ഏണസ്റ്റ് ക്ലാർക്കിൻ്റെ പേര് മാറ്റാത്തത് വലിയൊരു ആശ്ചര്യം തന്നെയാണ് എന്ന് ഇദ്ദേഹം കൂട്ടിച്ചേർത്തു. നാരായണ ഗുരുവിനെ പറ്റി ഞാൻ ധാരാളം വായിച്ചിട്ടുണ്ട് എന്ന് സെൻഗുപ്ത പറഞ്ഞു. ശരി, എന്നാൽ കാണാമെന്ന് പറഞ്ഞിട്ട് പോകാനായിട്ട് തുടങ്ങുകയാണ് സെൻഗുപ്ത. എന്നിട്ട് പക്ഷേ എന്ന് പറഞ്ഞു. അപ്പം എന്താന്ന് നമ്മളുടെ ധർമ്മപാലൻ സാറിന് വിളിച്ചിട്ട് ചോദിക്കണം. അല്ല, ഓക്കെ, അപ്പോൾ പറയൂ സാറിന് പിന്നെയും പറഞ്ഞു. അപ്പോൾ അല്ല, എനിക്ക് നിന്നെ വിഷമിപ്പിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് സെൻഗുപ്ത പോകാൻ തുടങ്ങണം. അപ്പോൾ ധർമ്മപാലൻ പറഞ്ഞു, അല്ല സാറ് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പം ഇങ്ങനെ പറയണം, അല്ല നിനക്ക് ഒരു നല്ല അധ്യാപകനാവാമായിരുന്നു, നല്ല ഡോക്ടർ ആവാമായിരുന്നു, നല്ല രാഷ്ട്രീയക്കാരൻ പോലും ആകാമായിരുന്നു. ഇത് നല്ല രംഗമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. നീ വിചാരിക്കുന്നത് പോലൊന്നും അല്ല ഇത്. എന്നാൽ കാണും. പെട്ടെന്ന് എൻ്റെ കൈ പിടിച്ച് കുലുക്കിയിട്ട് നേരെ ലിഫ്റ്റിലേക്ക് നടന്നുപോയി അയാൾ എന്ന് ധർമ്മപാലൻ പറയാം. അപ്പോൾ ആ രംഗത്ത് അല്ലെങ്കിൽ ആ ഒരു സർവീസിൽ ഉള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ച് സെൻഗുപ്തയ്ക്ക് തീർച്ചയായിട്ടും അറിയാം. അപ്പോൾ ധർമ്മപാലൻ ഇവിടേക്ക് വരേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു ആശയാണ് ധർമ്മപാലനുമായിട്ട് സെൻഗുപ്ത ആ സമയത്ത് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ധർമ്മപാലൻ ഇങ്ങനെ പറയണം, സെൻഗുപ്ത എന്താണ് പറഞ്ഞതെന്ന് അതിനുശേഷം ഓരോ ദിവസവും അദ്ദേഹം അറിയായിരുന്നു. എങ്ങും എപ്പോഴും അദ്ദേഹത്തിനെ ഇങ്ങനെ മാറ്റി നിർത്തപ്പെട്ടു. IAS ട്രെയിനിങ് എന്നത് ഒരു സാധാരണ മനുഷ്യന് ഞാൻ ഭരിക്കാൻ വേണ്ടി ജനിച്ചവനാണ് എന്ന മിഥ്യാധാരണയെ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ധർമ്മപാലൻ പറയും. പക്ഷേ ധർമ്മപാലനോട് ആരും അത് പറഞ്ഞില്ല. അദ്ദേഹത്തോട് പറഞ്ഞ വാക്കുകളൊക്കെ നീ അതല്ല എന്നുള്ളത് മാത്രമായിരുന്നു എന്ന് അദ്ദേഹം പറയും. അപ്പോൾ ഞങ്ങളുടെ കരുണ കൊണ്ട്, ഞങ്ങളുടെ നീതിബോധം കൊണ്ട് നീ ഇവിടെ വന്നു ഞങ്ങളുടെ ഒപ്പം ഇരിക്കുന്നു. അതിനാൽ നീ ഞങ്ങൾക്ക് ആശ്രിതനായിരുന്നു കൊള്ളുക, ഞങ്ങളോട് നന്ദിയോടിരിക്കുക തുടങ്ങിയിട്ടുള്ളത് ഭാവമായിരുന്നു അവിടെ ട്രെയിനിങ്ങിന് വന്ന ഓരോരുത്തർക്കും തന്നോടുണ്ടായിരുന്നത് എന്ന് ധർമ്മപാലൻ പറയും. അപ്പോൾ അങ്ങനെ ട്രെയിനിങ്ങോ കഴിഞ്ഞ് അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് നിയമിക്കപ്പെട്ടു. അപ്പോൾ അവിടുത്തെ ആദ്യത്തെ ദിവസം തന്നെ അദ്ദേഹം ആരാണ് തിരിച്ചറിഞ്ഞു എന്ന് അദ്ദേഹം പറയും. അപ്പോൾ തലേനാൾ അദ്ദേഹത്തിൻ്റെ മേലധികാരിയെ കണ്ട് സംസാരിച്ചിട്ട് മടങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുറിയൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം ചെന്നപ്പോഴും
പുതിയ കസേരയാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഉണ്ടായിരുന്ന പൊക്കം കൂടിയ സിംഹാസനം പോലെയുള്ള ഒരു കസേര അവിടുന്ന് നീക്കിയിട്ട് പിന്നെ അവിടെ ഒരു പഴയ കസേരയാണ് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. പലരും ഇരുന്ന് തളർന്ന ചൂരൽ കസേരയിൽ ഇരിക്കുമ്പോഴും അദ്ദേഹത്തിന് ഇങ്ങനെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു എന്ന് പറയണം. കാരണം അപ്പം അത് ചോദിക്കണം എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് ചോദിക്കാനായിട്ട് പറ്റുന്നില്ല. പിന്നെ തന്നെ അങ്ങനെ തരം താഴ്ത്തിയതാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ ആ പഴയ കസേരയെ പറ്റി ചോദിക്കാൻ വെമ്പിയ നാവിൽ മുഴുവൻ മനഃശക്തിയെയും ചെലുത്തി അതിങ്ങനെ അടക്കി പിടിച്ചു എന്ന് അദ്ദേഹം തന്നെ പറയണം. അപ്പോൾ ആദ്യം തന്നെ പ്രതികരിക്കാത്തതുകൊണ്ട് അദ്ദേഹത്തിന് പിന്നീട് ആ ഒരു രീതിയിൽ മാത്രമേ ജീവിക്കാനായിട്ട് പറ്റിയുള്ളൂ എന്നുള്ളൊരു സൂചനയും കൂടി അവിടെ കിട്ടുകയാണ്. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് അകത്തേക്ക് വന്ന് അദ്ദേഹത്തിന് നമസ്കാരം പറഞ്ഞ ഓരോരുത്തരുടെയും കണ്ണിലും അദ്ദേഹം കണ്ടത് ഒറ്റ വാക്കാണ് എന്ന് അദ്ദേഹം പറയണം. അതായത് നീ അതാണ് വെച്ചാൽ ഞങ്ങളുടെയൊക്കെ താഴെ നിൽക്കാൻ മാത്രമേ നീ ജാതീയമായിട്ടുള്ളൂ എന്നുള്ള ആ ഒരു സംസാരം അവരുടെയൊക്കെ കണ്ണുകളിൽ അദ്ദേഹം കണ്ടു എന്ന് പറയും. അപ്പോൾ അദ്ദേഹം അങ്ങനെ പറയണം, എനിക്ക് എൻ്റെ കസേരയ്ക്കായി പൊരുതാമായിരുന്നു. അതവർ എൻ്റെ അല്പത്തരമായി വ്യാഖ്യാനിക്കും. ഞാൻ അത് കണ്ടില്ലെന്ന് നടിച്ചു. അതിനെ അവർ എൻ്റെ ബലഹീനതയായിട്ട് മനസ്സിലാക്കി. അപ്പോൾ ഞാൻ പെൻഡുലം പോലെ നിന്ന് ഊഞ്ഞാലാടി. പിന്നെ അതിനെപ്പറ്റി ചോദിക്കാൻ തീരുമാനിച്ചു. ഹെഡ് ക്ലാർക്കിനെ എൻ്റെ മുറിയിലേക്ക് വരുത്തി. അയാളുടെ കണ്ണുകൾ കണ്ടപ്പോൾ തന്നെ ഞാൻ അറിഞ്ഞു അത് അയാളുടെ തീരുമാനമല്ല, അയാളൊരു വ്യക്തിയല്ല. ആ ചെറിയ കണ്ണുകളിൽ ഒരു ചിരി മിന്നി മാഞ്ഞുവോ അതോ അതെൻ്റെ ഭാവനയായിരുന്നു. പക്ഷേ പിന്നീട് എൻ്റെ ജീവിതത്തിലൊരിക്കലും അതിൽ നിന്ന് ഞാൻ മോചിതനായില്ല എന്ന് അദ്ദേഹം പറയും. അപ്പം അതിനെക്കുറിച്ച് ചോദിക്കാനായിട്ട് അയാളെ വിളിച്ചെങ്കിലും പക്ഷെ ചോദിക്കാനായിട്ടുള്ള ധൈര്യം ഉണ്ടായില്ല എന്ന് പറയാം. കാരണം അപ്പോഴേക്കും അയാളുടെ കണ്ണുകൾ കണ്ടപ്പോൾ തന്നെ നീ എൻ്റെ താഴെയാണ്, ജാതീയമായിട്ട് നീ ഒരുപാട് താഴ്ന്നവനാണ്, ഞങ്ങൾക്ക് അടിമപ്പെടേണ്ടവനാണ് എന്നുള്ള ആ ഒരു കാഴ്ച അയാളുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്നു. മറ്റുള്ളവരുടെ കണ്ണുകളിലും അതുതന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ആ ഒരു രീതിയിൽ നിന്ന് മോചിതനാവാൻ തനിക്ക് പിന്നീട് ഒരിക്കലും കഴിഞ്ഞിട്ടില്ല എന്ന് ധർമ്മപാലൻ ഇങ്ങനെ വിചാരിക്കുകയാണ്. അപ്പം അതോടുകൂടി 1-ാമത്തെ അധ്യായം അവിടെ അവസാനിക്കുക.